പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളെയാണ് അവർക്ക് ആവശ്യം. നിങ്ങളെയാണ് അവർക്ക് ആവശ്യം. എൻ്റെ പെൺമക്കള്, ഒരുപക്ഷെ പെൺമക്കൾ ചിന്തിക്കുന്നുണ്ടാവാ, ഞങ്ങളോടെന്തിനു പറയണം? നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 40% പെൺകുട്ടികൾ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ലഹരി കടിമകളായവരാണ്. 40% എന്ന് പറഞ്ഞ എത്ര കാര്യങ്ങൾ? 100 കുട്ടികൾ ഒരു വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ടെങ്കിൽ 40% കുട്ടികൾ ഏതെങ്കിലും തരത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ടവരാണ്. മാത്രമല്ല, ഇന്ന് ലഹരി കച്ചവടത്തിന് ഏറ്റവുമേറെ വിനിയോഗിക്കുന്നത് പെൺമക്കളെ, നിങ്ങളെയാണ്. പ്രണയിച്ച് ഏതെങ്കിലും ഒരുത്തൻ നിങ്ങളെ പ്രണയിക്കും. ആ പ്രണയിക്കുന്നവന് നിങ്ങൾ ചങ്ക് പറിച്ചു കൊടുക്കും. അവൻ എന്തു പറഞ്ഞാലും കേൾക്കും. അവൻ പ്രണയിക്കുന്നത് സത്യസന്ധമായിട്ടല്ല, അവൻ ലഹരിയുടെ കച്ചവടക്കാരനാണ്. അവൻ ആവശ്യമുള്ളത് നിങ്ങളെ ലഹരിയുടെ കച്ചവടത്തിന്റെ ഒരു കണ്ണിയാക്കണം. എന്നിട്ട് ഇന്ന പൊതി അവിടെ കൊടുക്കണം, ഇത് ഇന്നാക്ക് കൊടുക്കണം, ഇത് അവിടെ എത്തിച്ചു കൊടുക്കണം. സ്കൂളിൽ പോകുമ്പോൾ ഈ സാധനം അവിടെ എത്തിക്കണം, ബൈക്കിൽ സ്കൂട്ടിയിൽ ഇത് അവിടെ കൊടുക്കണം. പെൺകുട്ടികളെ ഉപയോഗിച്ചാണ്, സ്ത്രീകളെ ഉപയോഗിച്ചാണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും വ്യാപകമായ ലഹരിയുടെ കച്ചവടം നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട പെൺമക്കളോട് ഞാൻ ഒന്നുകൂടി കൃത്യമായി പറയട്ടെ. പ്രിയപ്പെട്ട പെൺമക്കളെ, സമൂഹത്തെയും മനുഷ്യനെയും നശിപ്പിക്കുന്ന ഒരു തലമുറയെ മുഴുവനും ഇല്ലാതാക്കുന്ന ഈ മഹാദുരന്തത്തിലേക്ക് കടന്നു പോകാതിരിക്കാൻ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനങ്ങൾക്കും, തമാശക്ക് പോലും ഏറെ സ്നേഹിക്കുന്നവൻ പോലെടി ഈ പൊതി അവിടെ നിന്ന് കൊടുക്കുമോ എന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്ന് പറയാനുള്ള തൻ്റെ ഇടം എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ കാണിക്കണം. കാരണം നിങ്ങളെയാണ് ലഹരി മാഫിയ അതിന്റെ കച്ചവടത്തിന് വേണ്ടി, അതിന്റെ വിപണനത്തിന് വേണ്ടി, അതിന്റെ വ്യാപനത്തിന് വേണ്ടി ഏറ്റവും ഉപയോഗിക്കുന്നത്. ഇനി എൻ്റെ പ്രിയപ്പെട്ട ആൺമക്കളോട്, പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് മാർക്കറ്റിൽ കാണുന്ന മയക്കുമരുന്നുകൾ കേവലം ആസ്വാദനം നൽകുന്ന മരുന്നുകൾ മാത്രമല്ല. ഇന്നിപ്പോ ഞാൻ പോന്നപ്പോ ഒരു വാർത്ത ഇങ്ങനെ കേട്ടുകൊണ്ടാ പോകുന്നത്. MDM അടക്കമുള്ള ചില സിന്തറ്റിക് മയക്കുമരുന്നുകൾ ഒരിക്കൽ ഉപയോഗിച്ചാൽ അന്നത്തെ തീയതി കുറിച്ചു വെക്കാമെന്നാണ്. ഇന്നത്തെ ദിവസമാണ് ഞാൻ ആദ്യമായി ഉപയോഗിച്ചത് എങ്കിൽ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിക്കുവാനുള്ള അനുവദിക്കപ്പെട്ട സമയം അവസാനിക്കുന്നു എന്നർത്ഥം. 5 വർഷത്തിന്റെയും 10 വർഷത്തിന്റെയും ഇടയ്ക്ക് ഇത് ഉപയോഗിക്കുന്ന മനുഷ്യൻ കൃത്യമായിട്ട് മരിച്ചിരിക്കും എന്നാണ് ഈ വിഷയത്തിൽ പഠനം നടത്തിയ ഡോക്ടർമാരും ഗവേഷകന്മാരും നമുക്ക് നൽകുന്ന